ഇനിയിപ്പോൾ നമുക്കിത് ഡിക്കിയിലോട്ട് എത്തിക്കണം. അപ്പം ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് കയറ്റിയിട്ട് നോക്കാം. ഇവിടെ ഈ ഒരു ലിവർ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്താൽ മതി. അപ്പോൾ പുറകിലെ ആ ലോക്ക് കഴിയും. HDക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, പഴയ വാഹനങ്ങൾക്കൊന്നും ഡ്രൈവർ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ നമുക്ക് പഴയ വാഹനങ്ങളിൽ താക്കോൽ ഊരിയെടുത്ത് ഡിക്കിയിലിട്ടിട്ട് നമ്മൾ മാനുവലി തന്നെ അത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളതെങ്ങനെ ആ ഒരു ലിവർ ഡ്രൈവർ സീറ്റിൽ സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാരണം നമ്മൾ ഡിക്കി ഓപ്പൺ ചെയ്യണമെങ്കിൽ താക്കോൽ ഊരിയെടുത്ത് ഡിക്കിയിലിട്ടിട്ട് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി. നമ്മൾ വണ്ടിയുടെ വാഹനം എൻജിൻ സ്റ്റാർട്ട് ആണെങ്കിൽ നമ്മളത് ഓഫ് ചെയ്തിട്ട് മാത്രമേ ഇതങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ലിവറിലൂടെ നമുക്കത് എൻജിൻ സ്റ്റാർട്ടായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിവറാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പഴയ വാഹനങ്ങളിൽ ഈ ഒരു ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്ന ലിവർ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ കാണാം, ഇത് ഇവിടെ ഈ ഒരു ലിവർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലിവറൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പോർഷനും ഈ ഒരു പാനലുകളൊക്കെയാണ് ആദ്യം അഴിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് അറിയാം, ഇവിടെ ലോക്ക് ബട്ടൺസ് ആണ് വരുന്നത്. അതെങ്ങനെ അഴിക്കും നോക്കാം. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കണം. എന്നിട്ട് ഇവിടെ ലോക്ക് ആയിരിക്കും, അവിടെ ജസ്റ്റ് ഒരു പ്രസ് ചെയ്യുക. മുകളിൽ പോകുന്ന ഒരു ലോക്ക് ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ലോക്കുകൾ ഇങ്ങോട്ട് ഊർന്ന് പൊക്കോളും. എന്നിട്ട് ഇത് ഊരിയെടുക്കാം. ഈ ഒരു പാനൽ ഊരി എടുത്തിട്ടുണ്ട്. അത് ഇതിനി സ്ലൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം ഊരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സീറ്റാണ് ഇനി അഴിച്ചെടുക്കാനുള്ളത്. അപ്പോൾ സീറ്റ് അഴിച്ചെടുക്കാൻ വേണ്ടി 4 ബോൾട്ട് ആയിരിക്കും വരിക. ഒരെണ്ണം ഇവിടെ, പിന്നെ 2 പുറയിൽ വരുന്നുണ്ട്, പിന്നെ ഒരെണ്ണം സെൻറ്റർ കൺസോളിൻ്റെ ഉള്ളിലായിട്ട് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ 4 ബോൾട്ട് ഇനി നമുക്ക് ഊരി എടുക്കണം. സെൻറ്റർ കൺസോൾ അഴിക്കാണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് 2 സ്ക്രൂകളാണ് വരുന്നത്. അപ്പോൾ അത് ആദ്യം ഊരി എടുക്കണം. ഊരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗിയർ ലിവറൂടെ നമുക്ക് ഗിയർ നോബാണ് ഊരി എടുക്കേണ്ടത്. അതൊന്ന് കറക്കി കഴിഞ്ഞാൽ നമുക്കത് ഊരി എടുക്കാൻ പറ്റും. ഊരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പൊക്കിയാൽ നമുക്ക് മുകളിലേക്ക് വരുന്നതാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞ ആ ഒരു ബോൾട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പം സീറ്റ് ഊരിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 14 ഒരു റിംഗ് സ്പാനറാണ് വേണ്ടി വരിക, അല്ലെങ്കിൽ ബോക്സ് 14 ഒരു സ്പാനറാണ് വേണ്ടി വരിക. ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബോൾട്ട് കൂടെ അഴിച്ചെടുക്കണം. ഇനിയിപ്പോൾ ബാക്ക് സീറ്റിലാണ് ബാക്കി 2 ബോൾട്ട് വരുന്നത്. നാല് ബോൾട്ട് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ സീറ്റ് പൊങ്ങി വരും. ഊരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം അഴിച്ചെടുക്കാനുണ്ട്. നമ്മളിവിടെയാണ് ലിവർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇവിടുത്തെ കാർപ്പറ്റ് കുറച്ചങ്ങോട്ട് മാറ്റാനുണ്ട്. ഇവിടെ ലോക്കുകളൊക്കെ ഉണ്ട്, ജസ്റ്റ് പൊക്കിയാൽ ആ ലോക്ക് കഴിഞ്ഞ് വരുന്നതാണ്. ഈ ഒരു കാർപ്പറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റാം. ഇപ്പോൾ നമുക്ക് ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു ഭാഗം കൂടെ അഴിച്ചെടുക്കാനുണ്ട്. ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ കൂടെ അഴിച്ചെടുത്താലുള്ള കാർപ്പറ്റ് ഈ ഒരു ഭാഗത്തെ കൊണ്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ കേബിൾ വലിച്ച് പുറകിലോട്ട് എത്തിക്കേണ്ടത്.
ഈ ഒരു പാനൽ അഴിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ 3 ലോക്കുകൾ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് താഴോട്ട് തട്ടിയാൽ മതി. എന്നിട്ട് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ആ ലോക്കിൽ നിന്ന് അഴിഞ്ഞു വരും. ലോക്ക് അഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാക്ക് സീറ്റ് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഊരിയെടുക്കണം. അതായത് ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. അത് രണ്ടും കൂടെ പൊക്കിയിട്ട് ജസ്റ്റ് ശക്തിയായിട്ട് സീറ്റ് ഒന്ന് കഴിഞ്ഞാൽ അത് പൊങ്ങി വരുന്നതാണ്. ഇത് ആദ്യമായിട്ടാണ് അയച്ചേക്കുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് പൊടിയും ചെളിയും ഉണ്ടാവും. നിങ്ങളുടെ വണ്ടികൾ ഊരുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാവും. ചെറിയ ചില്ലറ പൈസകളൊക്കെ കിടപ്പുണ്ട്. ഈ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ലിവർ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റാറിന് സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ അതാദ്യം ലൂസ് ചെയ്യാം. ദൂരെ എടുത്തിട്ടുണ്ട്. ഇതാണ് പഴയ ലിവർ. അത് നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ അത് അഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് നമ്മൾ പുതിയ ഈ ലിവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കേബിളാണ് നമുക്ക് അവിടെ നിന്ന് വലിച്ച് പുറകിലോട്ട് എടുക്കേണ്ടത്. അത് നമുക്ക് ഊരിക്കണം. അത് ഇത് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്ന കേബിളാണ്. നമുക്ക് സ്പെയർ പാർട്ട് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ബൂട്ട് മോഡ് ലിങ്ക് നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ പാർട്സിൻ്റെ എല്ലാത്തിൻ്റെ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും. 2 ഭാഗങ്ങളുണ്ടാവും ഈ ഒരു കേബിളിന്. ഒരെണ്ണം ഒരു റൗണ്ടും പിന്നെ ഒരെണ്ണം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ലിവറിൽ വെക്കേണ്ട ഭാഗമാണ്. നമുക്ക് ഈ ഒരു ഭാഗം ഈ ഹോളിൽ കൂടെ കടത്തി വിടണം. അതായത് നേരത്തെ ഫ്യൂൽ ലിഡ് ഓപ്പൺ പോകുന്ന ആ ഒരു കേബിൾ അതിൻ്റെ ഭാഗത്തൂടെ തന്നെ ഇതൊന്ന് കയറ്റി വിടണം. നമ്മൾ ഇവിടം വരെ കയറ്റി ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇനി ലിവർ സെറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പുതിയതായിട്ട് വലിച്ചേക്കുന്ന ഡിക്കി ഓപ്പണിലാണ്. അപ്പം ആ ഒരു ഡിക്കി ഓപ്പൺ ലിവർ ഏറ്റവും മുകളിൽ വരുന്നതാണ്. അപ്പം ആ ഒരു കേബിളിലേക്ക് ആദ്യം, ആ ഒരു ലിവറിലേക്ക് ഈ കേബിൾ ആദ്യം സെറ്റ് ചെയ്യണം. ജസ്റ്റ് നമ്മളിത് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ഒരു ലോക്ക് ഇതിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റാവും. ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കി അറിയാം. വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഫ്യൂൽ ലിഡിൻ്റെ കേബിൾ ഇവിടെ വന്ന് കിടപ്പുണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു ഭാഗം ലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ 2 കേബിൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്രൂ ഇട്ട് മുറുക്കി വെക്കാം. അപ്പോൾ ഇവിടെ ഒരു ലോക്ക് പാത്തിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇടണം. അപ്പോൾ അത് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് സ്ക്രൂ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ കേബിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേബിൾ നമുക്ക് പുറകിലോട്ട് എങ്ങനെ കൊണ്ടുവന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് ഓൾറെഡി കേബിൾ പോയേക്കുന്ന പാത്തി വരുന്നുണ്ട്. ആ വഴി കൂടെ തന്നെയാണ് നമ്മൾ ഇതും ഇടുന്നത്. ഓക്കെ, നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് ഈ ഒരു കേബിൾ വലിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി വിട്ടാൽ മതി. അതിനുവേണ്ടി തന്നെ ഇട്ടേക്കുന്ന ഒരു ലോക്കാണ്. അപ്പോൾ അതിൽ കൂടെ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് ഡിക്കിയിലോട്ട് എത്തിക്കണം. അപ്പം ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് കയറ്റി വിട്ട് നോക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഡിക്കിയിലോട്ട് എത്തിക്കണം. അപ്പം ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് കയറ്റി വിട്ട് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അഴിക്കേണ്ടി വരും. നമുക്ക് ഡിക്കിയിലോട്ട് നോക്കാം, അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മളിത് കയറ്റാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് തട്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം കൂടെ അഴിച്ചെടുക്കണം. അപ്പോൾ സീറ്റ് ആദ്യം ഒന്ന് മടക്കിയിടാം. ജസ്റ്റ് ഈ ഒരു ലിവർ പൊക്കിയാൽ മതി. ഈ ഒരു ലിവറും പൊക്കിയിട്ട് ജസ്റ്റ് അങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് അങ്ങോട്ട് മടക്കി വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ ഈ ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരുന്നതാണ്. ഇവിടെ സ്ക്രൂ ആണ് വരുന്നത്. ഇവിടെ അതുപോലെ സ്ക്രൂ വരുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഇളക്കി വെച്ചാൽ മതി. മൊത്തത്തിൽ അഴിച്ചെടുക്കണമെന്നില്ല. ഇനി ആ കേബിൾ ഒന്നുകൂടെ നമുക്ക് ഇതിലെ കൂടെ കയറ്റി നോക്കാം. ഓക്കെ, അതിലെ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടോട്ടാണ് ഇത് വെക്കേണ്ടത്. ഈ ഒരു ഭാഗത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്ഥലമുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ കേബിൾ ഇവിടം വരെ വലിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പഴയ ടൈപ്പ് സ്ട്രൈക്കർ പ്ലേറ്റ് ആണ്. ഈ ഒരു ഭാഗത്തിന് സ്ട്രൈക്കർ പ്ലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കേബിൾ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു സ്ട്രൈക്കർ പ്ലേറ്റ് അവിടെ ഇട്ട് കൊടുക്കണം. ഇവിടെ നമുക്ക് കേബിൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. ഇവിടെ 2 സ്ക്രൂകൾ വരുന്നുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള സ്ക്രൂ ആണ്. ഇത് അഴിച്ചെടുക്കണം. ഓക്കെ, നമ്മളത് അഴിച്ചെടുത്തിട്ടുണ്ട്. പുതിയ സ്ട്രൈക്കർ പ്ലേറ്റ് ഇടാം. അപ്പം ഈ ഒരു കേബിള് ഇവിടെ ആയിട്ട് ലോക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇവിടെ അതൊന്ന് ലോക്ക് ചെയ്യണം. ലോക്കായിട്ടുണ്ട്.
ഇനി തിരിച്ചിടണം. ഇതിപ്പോൾ ഓൾറെഡി ഒരു വയർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഒരു ഹോം തിയേറ്റർ ആംപ്ലിഫയർ ആയിട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ്, അതായത് എർത്ത് കൊടുത്തേക്കുന്ന ഈ ഒരു ഭാഗത്താണ്, പുറകിലായതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം. പഴയ ഹോം തിയേറ്ററാണ്, വീട്ടിൽ യൂസ് ചെയ്യുന്ന ഹോം തിയേറ്റർ കാർ ആംപ്ലിഫയർ ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. ഇതാണ് ഹോം തിയേറ്റർ വരുന്നത്. ഈ ഒരു ആമ്പായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, നമുക്കിത് തിരിച്ച് സ്ക്രൂ ചെയ്ത് വെക്കാം. തിരിച്ച് മുറുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള ബേസിക് ആയിട്ട് ഇതിൻ്റെ വർക്ക്. അപ്പോൾ നമ്മൾ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓൾറെഡി ഇന്നലെ കാണിച്ചതല്ലോ. അപ്പോൾ അത് മൊത്തം വാക്യൂം ചെയ്ത് ഇന്ത്യയിൽ അത്യാവശ്യം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ മൊത്തം റീസെറ്റും ചെയ്തിട്ടുണ്ട്. സീറ്റും അതുപോലെ തന്നെ സൈഡ് അയച്ച പാനലും എല്ലാം റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ ലെങ്ത് അത്യാവശ്യം ഉണ്ട് വീഡിയോക്ക്. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആ ലിവർ എല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു ലിവർ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്താൽ മതി. അപ്പോൾ പുറകിലെ ആ ലോക്ക് കഴിയും. ഇനി ജസ്റ്റ് നമ്മൾ ആ ഒരു ഡിക്കി അതൊന്ന് പൊക്കി കൊടുത്താൽ മാത്രം മതി. കീ ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് പൊക്കി എടുത്താൽ മതി. ഇത്രയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള വർക്ക്. നമുക്ക് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരിച്ച് അടച്ചുകൂടെ കാണിച്ചു തരാം. അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയിക്കോളും. ഇനി തുറന്നു വരില്ല, ഇനി ആ ലിവർ ഓപ്പൺ ആക്കാതെ തുറന്നു വരില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.